ഇന്ത്യ ഇന്ന് വേൾഡിലെ തന്നെ ഏറ്റവും വലിയ യൂത്ത് പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ്. സൂപ്പർ പവർ എന്നൊക്കെ നമ്മൾ എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യം. പക്ഷേ ഈ പറയുന്ന ഫ്യൂച്ചർ ജനറേഷനെ പ്രോപ്പറായി ഷേപ്പ് ചെയ്തെടുക്കുന്ന നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്നൊരു വലിയ തകർച്ചയെയാണോ ഫേസ് ചെയ്യുന്നത്? നീതി ആയോഗ് റീസെൻ്റായി പുറത്തുവിട്ട സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന റിപ്പോർട്ട് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന ചില കണക്കുകളാണ്. ഉടനടി പരിഹാരമാർഗങ്ങൾ തേടിയില്ലെങ്കിൽ തിരിച്ചു പിടിക്കാനാവാത്ത വിധം രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം കൂപ്പുകുത്തിയേക്കാം എന്നാണ് ഈ റിപ്പോർട്ട് നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് നമ്മൾ ഈ റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളെയും ദേശീയ തലത്തിൽ പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴും രാജ്യത്തെ ചില സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളം, ഈ പ്രതിസന്ധിക്കിടയിലും എങ്ങനെ മുന്നോട്ടു പോകുന്നു എന്നതും ഈ റിപ്പോർട്ട് കാണിച്ചു തരുന്നു. അപ്പോൾ ഇന്ന് ഈ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. വെൽക്കം ടു ദി നൈൽ ഡീകോഡ്സ്. നമുക്ക് ഈ റിപ്പോർട്ടിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒന്നാമത്തെ കണ്ടെത്തലിൽ നിന്ന് തന്നെ തുടങ്ങാം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രാജ്യത്ത് 1 ലക്ഷത്തോളം ഗവൺമെൻറ് സ്കൂളുകളാണ് പൂട്ടിപ്പോയത്. ആലോചിച്ച് നോക്കൂ, 1 ലക്ഷം സ്കൂളുകൾ. കൃത്യമായി പറഞ്ഞാൽ 10 വർഷം മുൻപ് ഇന്ത്യയിൽ 11 ലക്ഷത്തിലധികം സർക്കാർ സ്കൂളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് 10 ലക്ഷത്തിലേക്ക് ചുരുങ്ങി. പണ്ട് നമ്മുടെ നാട്ടിലെ ടോട്ടൽ സ്കൂളുകളുടെ 73% ഗവൺമെന്റിന്റെ ഡയറക്റ്റ് കൺട്രോളിലായിരുന്നു. എന്നാൽ ഇന്നത് വൻതോതിൽ താഴേക്ക് പോയി. ഇതേ പീരീഡിൽ എയ്ഡഡ് സ്കൂളുകളുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം ഇതേ ടൈമിൽ പ്രൈവറ്റ് സ്കൂളുകളുടെ എണ്ണത്തിൽ വലിയൊരു ഗ്രോത്താണ് ഉണ്ടായത്. അതായത് ആളുകൾ ഗവൺമെന്റ് സിസ്റ്റത്തിൽ വിശ്വസിക്കാതെ വലിയ തുക കൊടുത്ത് കുട്ടികളെ പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് മാറ്റാൻ നിർബന്ധിതരാകുന്നു എന്നർത്ഥം. പക്ഷേ പ്രോബ്ലം ഇവിടെയും തീരുന്നില്ല. ഇതിനേക്കാൾ ഭീകരമായ മറ്റൊരു റിയാലിറ്റി ഉണ്ട്. പുതിയ അക്കാദമിക് ഇയർ തുടങ്ങുമ്പോൾ ഒരൊറ്റ പുതിയ സ്റ്റുഡന്റ് പോലും അഡ്മിഷൻ എടുക്കാത്ത അവസ്ഥ. രാജ്യത്ത് പുതിയ ഒരു കുട്ടി പോലും പഠിക്കാൻ ചേരാത്ത 8000-ഓളം സ്കൂളുകൾ, കൃത്യമായി പറഞ്ഞാൽ 7993 സ്കൂളുകൾ ഉണ്ടെന്നാണ് നീതി ആയോഗ് ഈ റിപ്പോർട്ടിലൂടെ പുറത്തുവിടുന്നത്. കുട്ടികളില്ലാതെ വിജനമായി കിടക്കുന്ന 8000-ഓളം വിദ്യാലയങ്ങൾ. എത്ര സങ്കടകരമായ അവസ്ഥയാണല്ലേ. ഇനി രണ്ടാമത്തെ വലിയ ക്രൈസിസ് നോക്കാം. അതാണ് വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക്, അതായത് ഡ്രോപ്പ് ഔട്ട് റേറ്റ്. പ്രൈമറി തലത്തിൽ കുട്ടികൾ വൻതോതിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും സ്കൂളിലെത്തും. പക്ഷേ ഹൈസ്കൂളിലേക്കും അവിടെ നിന്ന് +1, +2 ക്ലാസ്സുകളിലേക്കും എത്തുമ്പോഴേക്കും ഈ എണ്ണം പകുതിയോളമായി കുറയുന്നു. 10ാം ക്ലാസ്സും +1 ഒക്കെ ആകുമ്പോഴേക്കും വലിയൊരു വിഭാഗം കുട്ടികളും പഠനം നിർത്തുകയാണ്. നാഷണൽ ലെവലിൽ ഹൈസ്കൂൾ തലത്തിലെ ആവറേജ് ഡ്രോപ്പ് ഔട്ട് 11.5% വെസ്റ്റ് ബംഗാളിൽ മാത്രം ഇത് 20%-ഓളമാണ്. അതായത് അവിടെ 5-ൽ 1 കുട്ടി വീതം പഠനം നിർത്തുന്നു. എന്തുകൊണ്ടാണ് ഇത്രയധികം കുട്ടികൾ പഠനം പാതി വഴിയിൽ സ്റ്റോപ്പ് ചെയ്യുന്നത്? ഇതിന് വളരെ വാലിഡായ 3 റീസൺസ് ആണ് ഈ റിപ്പോർട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ റീസൺ, സ്കൂളുകൾ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. നമ്മുടെ രാജ്യത്ത് 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഒരേ സ്കൂളിൽ തന്നെ പഠനം പൂർത്തിയാക്കാൻ രാജ്യത്തെ വെറും ഒരു ചെറിയ ശതമാനം കുട്ടികൾക്കേ ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുള്ളൂ. പ്രൈമറി സ്കൂളുകൾ ധാരാളം ഉണ്ടെങ്കിലും ഹയർ സെക്കൻഡറി ലെവലിലേക്ക് എത്തുമ്പോൾ സ്കൂളുകളുടെ എണ്ണം വൻതോതിൽ കുറയുകയാണ്. രണ്ടാമത്തെ റീസൺ ഡിസ്റ്റൻസ് പ്രോബ്ലമാണ്. വലിയ ക്ലാസ്സുകളിൽ പഠിക്കണമെങ്കിൽ വീടുകളിൽ നിന്നും സ്കൂളുകളിലേക്ക് വലിയ ദൂരം യാത്ര ചെയ്യേണ്ടി വരുന്നു. ഇത് കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ പഠനത്തെ ബാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ റീസൺ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആണ്. പല കുടുംബങ്ങളിലെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ കുട്ടികൾ ഉപരിപഠനത്തിന് പോകാതെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെറിയ ജോബ് തേടി പോവുകയാണ്. നമ്മൾ ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ചും സ്മാർട്ട് ക്ലാസ് റൂമുകളെക്കുറിച്ചുമൊക്കെ ഒരുപാട് വലിയ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്, അല്ലേ? എന്നാൽ നമ്മുടെ രാജ്യത്തെ സ്കൂളുകളിലെ യഥാർത്ഥ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ എന്താണെന്ന് അറിയുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടുക. സാങ്കേതികമായി ഭൂരിഭാഗം സ്കൂളുകളിലും ഇലക്ട്രിസിറ്റി എത്തിയെന്ന് അവകാശപ്പെടുമ്പോഴും 1 ലക്ഷത്തിലധികം സ്കൂളുകളിൽ ഇപ്പോഴും വൈദ്യുതി എത്തിയിട്ടില്ല. ഫാനോ ലൈറ്റോ ഇല്ലാത്ത ഇരുണ്ട ക്ലാസ് റൂമുകളിലാണ് ഇന്നും ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കുട്ടികൾ ഇരിക്കുന്നത്. ഇനി മറ്റു ചില നെഗറ്റീവ് കണക്കുകൾ കൂടി നോക്കാം. രാജ്യത്തെ 98,000-ഓളം സ്കൂളുകളിൽ ഗേൾസിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോയ്ലറ്റുകളില്ല. 60,000-ലധികം സ്കൂളുകളിൽ പ്രോപ്പറായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ശൗചാലയം പോലുമില്ല എന്നതാണ് ക്രൂരമായ യാഥാർത്ഥ്യം. 14,000-ലധികം സ്കൂളുകളിൽ സുരക്ഷിതമായ കുടിവെള്ള സൗകര്യമില്ല. 60,000-നടുത്ത് സ്കൂളുകളിൽ കുട്ടികൾക്ക് കൈ കഴുകാനുള്ള ബേസിക് സൗകര്യം പോലുമില്ല. ഇനി സയൻസ് പഠനത്തിന്റെ കാര്യം നോക്കിയാലോ? ഗവൺമെന്റ് സെക്ടറിലുള്ള വെറും പകുതിയോളം ഹൈസ്കൂളുകളിൽ മാത്രമാണ് ഒരു പ്രോപ്പർ സയൻസ് ലാബ് ഉള്ളത്. ഒരു സ്കൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആരാണ്? തീർച്ചയായും അധ്യാപകരാണ്.
എന്നാൽ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അധ്യാപകരുടെ ഈ കടുത്ത ദൗർലഭ്യമാണ്. ഇന്ത്യയിൽ 1.25 ലക്ഷത്തോളം സ്കൂളുകളിൽ വെറും ഒരൊറ്റ ടീച്ചർ മാത്രമാണുള്ളത്. ആലോചിച്ച് നോക്കൂ, ഒരു സ്കൂൾ മുഴുവൻ മാനേജ് ചെയ്യാൻ വെറും ഒരു സിംഗിൾ ടീച്ചർ മാത്രം. ഇതിൽ 89% ഗ്രാമീണ മേഖലയിലുള്ളതാണ്. ഇനി ഇതിനൊപ്പം തന്നെ ടീച്ചേഴ്സിന്റെ പ്രൊഫഷണൽ ക്വാളിറ്റിയെക്കുറിച്ചും റിപ്പോർട്ട് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അധ്യാപകരുടെ സബ്ജക്ട് നോളജ് ഒഫീഷ്യലായി ടെസ്റ്റ് ചെയ്തപ്പോൾ ഭൂരിഭാഗം പേർക്കും തങ്ങൾ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിലും കഷ്ടം, മാത്തമാറ്റിക്സിൽ നല്ല മാർക്ക് നേടുന്നത് വെറും 2% ടീച്ചേഴ്സ് മാത്രമാണ്. കൂടാതെ പഠനവുമായി ഒട്ടും ബന്ധമില്ലാത്ത സർവേകളും ഇലക്ഷൻ ഡ്യൂട്ടികളും കാരണം ടീച്ചേഴ്സിന്റെ ഒട്ടനവധി അധ്യാപന സമയമാണ് എല്ലാ വർഷവും നഷ്ടപ്പെടുന്നത്. ഇതിന്റെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് കാണുന്നത് നമ്മുടെ കുട്ടികളിലെ ലേണിംഗ് ക്വാളിറ്റിയിലാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വലിയൊരു വിഭാഗം കുട്ടികൾക്ക് 2ാം ക്ലാസ്സിലെ ഒരു സിമ്പിൾ ടെക്സ്റ്റ് ബുക്ക് പോലും ഫ്ലുവൻ്റായി റീഡ് ചെയ്യാൻ അറിയില്ല. ബേസിക്കായ ഹരണ കണക്കുകളും ഭിന്നസംഖ്യകളും ചെയ്യാൻ ഭൂരിഭാഗം കുട്ടികളും വല്ലാതെ സ്ട്രഗിൾ ചെയ്യുകയാണ്. പലരും വിചാരിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ചേർത്താൽ കുട്ടികൾ മിടുക്കരാകുമെന്നാണ്. എന്നാൽ ലോ ഫീസ് ഈടാക്കുന്ന പ്രൈവറ്റ് സ്കൂളുകളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികളിൽ നല്ലൊരു പങ്കിനും 2ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ വായിക്കാൻ അറിയില്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. കാരണം അവിടെയുള്ള അൺക്വാളിഫൈഡ് ആയ അധ്യാപകരും അവർക്ക് നൽകുന്ന വളരെ കുറഞ്ഞ സാലറിയുമാണ്. പഠന നിലവാരത്തിന്റെ കാര്യത്തിൽ ജാർഖണ്ഡ്, ഗുജറാത്ത്, ജമ്മു കാശ്മീർ എന്നീ സ്റ്റേറ്റുകൾ വളരെ ബാക്ക്വേർഡാണ്. എന്നാൽ നാഷണൽ ലെവലിൽ ഇത്രയും വലിയ ചലഞ്ചുകളും തകർച്ചയും നിലനിൽക്കുമ്പോഴും ഇൻഫ്രാസ്ട്രക്ചറിലും ലേണിംഗ് ക്വാളിറ്റിയിലും നമ്മുടെ കേരളം തിളക്കമാർന്ന പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് എന്ന് നീതി ആയോഗ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. കേരളത്തിനൊപ്പം പഞ്ചാബും ഹിമാചൽ പ്രദേശും ഒക്കെ ടോപ്പ് ലിസ്റ്റിലുണ്ട്. കേരളത്തിലെ സ്കൂളുകളിലെ അവസ്ഥ ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് ശരിക്കും അഭിമാനം തോന്നും. ഇവിടെ കൊഴിഞ്ഞുപോക്ക് നിരക്ക് വെറും 4.8% മാത്രമാണ്. അതായത് ഭൂരിഭാഗം കുട്ടികളും പഠനം പൂർത്തിയാക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളിലും ഇലക്ട്രിസിറ്റി ലഭ്യമാണ്. ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ക്ലീൻ ടോയ്ലറ്റ് ഫെസിലിറ്റി 99% മുകളിൽ സ്കൂളുകളിലുമുണ്ട്. നമ്മുടെ ഭൂരിഭാഗം സ്കൂളുകളിലും കമ്പ്യൂട്ടർ സൗകര്യവും ഹൈ സ്പീഡ് ഇൻ്റർനെറ്റും സ്മാർട്ട് ക്ലാസ് റൂമുകളും ഓൾറെഡി സജ്ജമാണ്. സ്റ്റുഡൻറ് ടീച്ചർ റേഷ്യോ, അതായത് കുട്ടികളുടെ എണ്ണത്തിന് അനുസരിച്ചുള്ള അധ്യാപകരുടെ എണ്ണം വളരെ മികച്ച ലെവലിലാണ്. പക്ഷേ കേരളത്തിലും ചില ചെറിയ പോരായ്മകൾ റിപ്പോർട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾ പുതുതായി ജോയിൻ ചെയ്യാത്ത 47 സീറോ എൻറോൾമെൻറ്റ് സ്കൂളുകൾ കേരളത്തിലുമുണ്ട്. കൂടാതെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കമ്പ്യൂട്ടർ പഠനം എന്നിവ കൊണ്ടുവരാൻ നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഈ ടെക്നോളജികളോടുള്ള അമിതമായ ഡിപ്പെൻഡൻസി കുട്ടികളുടെ ക്രിയേറ്റീവായ സ്വതന്ത്ര ചിന്താശേഷിയെ നെഗറ്റീവായി ബാധിച്ചേക്കാമെന്നൊരു സുപ്രധാന വാണിംഗും റിപ്പോർട്ടിലുണ്ട്. ടെക്നോളജി ഉപയോഗിക്കണം, പക്ഷേ അത് കുട്ടികളെ അഡിക്റ്റ് ആക്കരുത്. അപ്പോൾ ഈ സീരിയസ് ആയ പ്രതിസന്ധികൾ മറികടക്കാൻ നീതി ആയോഗ് മുന്നോട്ട് വയ്ക്കുന്ന പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുട്ടികൾ സ്കൂൾ മാറുന്നത് വഴിയുള്ള ഡ്രോപ്പ് ഔട്ട് തടയാനായി 1 മുതൽ 12 വരെ ക്ലാസുകൾ ഒരൊറ്റ സ്കൂളിൽ ലഭ്യമാക്കുന്ന സിസ്റ്റം കൊണ്ടുവരിക. PM-eവിദ്യ, ഭാരത് നെറ്റ് തുടങ്ങിയ പ്രൊജക്റ്റുകൾ വഴി എല്ലാ റൂറൽ ഏരിയകളിലും ഡിജിറ്റൽ ആക്സസ് ഉറപ്പാക്കുക. നിലവിൽ എഡ്യൂക്കേഷൻ സെക്ടറിനായി രാജ്യത്തെ GDPയുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഈ റീഫോംസ് ഒക്കെ വേഗത്തിൽ റിയാലിറ്റിയാകാൻ ബഡ്ജറ്റ് വിഹിതം ഇനിയും ഉയർത്തേണ്ടതുണ്ടെന്ന് നീതി ആയോഗ് സജസ്റ്റ് ചെയ്യുന്നു. ഭരണതലങ്ങളിലെ ഒഴിവുകൾ അടിയന്തരമായി ഫിൽ ചെയ്യുക, എഡ്യൂക്കേഷന് കൂടുതൽ ഫണ്ട് നീക്കിവെക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഗൗരവത്തോടെ കാണുമെന്നും ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ നീതി ആയോഗിന്റെ ഈ പുതിയ കണ്ടെത്തലുകളെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇൻഫർമേറ്റീവായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നൈൽ ഡീകോഡ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.